ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ കണ്ടൊരു വാർത്തയാണ്. നമ്മുടെ ബാംഗ്ലൂരിൽ റോഡുകളിൽ തോടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. തോടുകളായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കുറച്ച് മുന്നേ ഒരു ന്യൂസ് കേട്ടിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ജസ്റ്റ് ഒരു വീഡിയോ ഇടാൻ തോന്നി. കാരണം ഭയങ്കര വിഷമം തോന്നിയത് കണ്ടിട്ട്. 22 വയസ്സുള്ളൊരു സ്റ്റുഡൻറ്റ് നമ്മുടെ ബുദിഗേരി പാസിനും അവിടെ ലോറി കയറി മരിച്ചിരിക്കുകയാണ്. കാരണം എന്താ? കാരണം പറയുന്നത് തൊട്ടടുത്തുള്ള ഗട്ടറാണ്. ആ റോഡിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ശോകമാണ്. അവിടുത്തെ മാത്രമല്ല, ഈ ബാംഗ്ലൂരിലുള്ള പല റോഡുകളുടെ അവസ്ഥ പരിതാപകരത്തിന് അപ്പുറമാണ്. അധികാരികൾ ഇനിയെങ്കിലും ഇതിൽ കുറച്ച് സീരിയസ്നെസ് കാണിക്കണം. കാരണം ചില റോഡുകൾ അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിടാറുണ്ട്, നന്നായിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ചില റോഡുകളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ റോഡുകൾ പോകാൻ തന്നെ ഭയങ്കര പേടിയാവും. ഞാൻ എല്ലാ ദിവസവും പോകുന്നത് വൈറ്റ് ഫീൽഡാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന വൈറ്റ് ഫീൽഡാണ്. അപ്പോൾ ഞാൻ പോകുന്ന വഴിയെല്ലാം വളരെ വളരെ ദാരുണമാണ്. അതിൽ ഭയങ്കര റിസ്ക്കാണ്. എന്നിട്ടും ഞാൻ അതുവഴി പോകുന്നുണ്ട്, വേറെ ഓപ്ഷനില്ല. പക്ഷേ ഈ ഒരാളുടെ മരണത്തിനിരയാക്കിയ സംഭവം എന്നെ ഞെട്ടിച്ച്. കാരണം എന്തെന്നറിയോ, നമ്മളിപ്പോൾ എല്ലാ ദിവസവും ഓരോരുത്തരെ വിശ്വസിച്ച് നമ്മളിപ്പോൾ പഠിക്കാൻ പോവുക, ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഈ അധികാരികൾ അത്യാവശ്യം ഏരിയാസിലപ്പോൾ അവർ കാണാതിരിക്കത്തില്ല. കാരണം ഇത്രയും വലിയൊരു സിറ്റിക്കുള്ളിൽ ഇത്രയും മോശമായിട്ടുള്ള റോഡ് കിടക്കുന്ന സ്ഥിതിക്ക് അത് എന്തായാലും കാണും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട്, കുറച്ചുകൂടെ സ്ട്രാറ്റജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള പരിഹാരം ഒപ്പിക്കാൻ സാധിക്കും. കാരണം കുറേ ഏരിയാസിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് റോഡ്സ്, കുറേ ഏരിയാസിൽ ഒട്ടും നോക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയെങ്കിലും ഇതൊരു പാഠമായിട്ട് അവരെടുത്ത് മുൻകൈ എടുത്ത് കുറേ ഏരിയാസ്, ഇപ്പം ഞാൻ തന്നെ പറയാം, വൈറ്റ് ഫീൽഡിൽ അത്യാവശ്യം നല്ല റോഡുണ്ട്. പക്ഷേ വൈറ്റ് ഫീൽഡിൽ എത്താൻ പെടുന്ന പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ല ഇവിടുത്തെ പ്രശ്നം, റോഡുകളാണ് പ്രശ്നം. കുറേ റോഡ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ചില മെട്രോയുടെ പണി നടക്കാത്തതുകൊണ്ടുള്ള റോഡ് ബ്ലോക്ക് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല ബാംഗ്ലൂർ. അപ്പം ഞാനൊരു കമ്പാരിസൺ ചെയ്യുമല്ല, പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. കാരണം ഞാൻ ഒരുപാട് ഏരിയസിൽ ഞാൻ പോയിട്ടുണ്ട്. കൊച്ചിയും ട്രിവാൻഡ്രത്തിലൊക്കെ ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ബാംഗ്ലൂരിൻ്റെ ട്രാഫിക്കിൻ്റെ റോഡിൻ്റെ അവസ്ഥ, മെയിൻ റോഡ് ഒഴിച്ച് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും മോശം റോഡ് നമ്മുടെ രാജ്യത്ത് തന്നെ വേറെ കാണുമെന്ന് തോന്നുന്നില്ല. കാരണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ റോഡ് ഏതാണ് തോടേതാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി അവസ്ഥയിലാണ് ഇവിടുത്തെ റോഡുകൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ദിവസം കഴിയുമ്പോഴും അതിൻ്റെ കണ്ടീഷൻസ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിയുടെ മരണം കാരണമെങ്കിലും ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയാണ്. കാരണം ഇത് ഭയങ്കര ഒരു വിഷമവും അതുപോലെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം അതോറിറ്റീസിൻ്റെ എന്താ പറയുക, ശ്രദ്ധക്കുറവ് കാരണവും പിന്നെ ഹെവി വെഹിക്കിൾസ് ഒരുപാട് ഉണ്ട്. അത് വേറൊരു പ്രശ്നമാണ്, ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. കാരണം ഹെവി വെഹിക്കിൾസിൻ്റെ കാര്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബാംഗ്ലൂരിനെ കുറിച്ച് പറയേണ്ടി വരും. അത് വേറെ ലെവലിലോട്ട് പോകും ടോപ്പിക്ക്. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇത്രയും വേഗം വളരെ മോശമായിട്ടുള്ള റോഡ്സ് നമ്മളൊരു പരിധി വരെ നമ്മളത് റോഡിൽ നിന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ടാർ ചെയ്യുക. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഫില്ലിങ്ങിൻ്റെ ടെക്നോളജീസ് പുതിയ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് എമൗണ്ടെങ്കിലും ഗവൺമെൻറ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മോശം റോഡിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതാണ്. കാരണം നമ്മൾ ഈ ആക്സിഡൻസ് കാണുന്നതാണ്. അപ്പം ഇനിയൊരു ഡെവലപ്പിംഗ് ലെവലിലോട്ട് പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്നൊരു ഇപ്പോഴും ഡെവലപ്പിംഗ് ആണ്, ഫുള്ളി ഡെവലപ്ഡ് ആയിരിക്കും. അപ്പോൾ ഡെവലപ്ഡിലോട്ട് മാറണമെങ്കിൽ നമ്മൾ മറ്റേ രാജ്യങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇനിയും മാറേണ്ടിയിരിക്കുന്നു. സോ ദാറ്റ് ഇസ് മൈ വ്യൂ ഓൺ ദിസ് പോയിന്റ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.